വഖഫ് അധിനിവേശത്തിൽ മുനമ്പത്തെ ഭൂമി വിൽപ്പനയിലും വൻ ക്രമക്കേട്. സിദ്ദിഖ് സേഠ് ഫറൂഖ് കോളേജ് ഇടപാടുകൾ നിയമവിരുദ്ധം. ഭാഗാധാരങ്ങളുടെയും തീറാധാരങ്ങളുടെയും പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. കൃത്രിമ രേഖകളിലെ ഭൂമിയാണ് സിദ്ദിഖ് സേഠ് വിൽപ്പന നടത്തിയതെന്ന് അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ ചെറുമകൾ ഷംസാദ് ഹുസൈൻ സേഠ് പറഞ്ഞു. അബ്ദുൽ സത്താർ ഹാജി മൂസയ്ക്ക് തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടച്ചിട്ട് കൊടുത്ത 404 ഏക്കർ ഭൂമിയാണ് അനധികൃതമായി സിദ്ദിഖ് സേഠിന്റെ കൈവശമെത്തുന്നത്. മുന്നാധാരത്തിലെ പട്ടയ നമ്പർ ചേർക്കാതെയാണ് സിദ്ദിഖ് സേഠും ഫാറൂഖ് കോളേജും തമ്മിൽ നടത്തിയ ഭൂമി ഇടപാട്. അബ്ദുൽ സത്താർ ഹാജി സേഠുമായി യാതൊരു ബന്ധവുമില്ലാത്ത സിദ്ദിഖ് സേഠിന്റെ കൈവശം ഭൂമി എത്തിയത് നിരവധി തിരിമറികളിലൂടെയാണെന്നാണ് വ്യക്തമാകുന്നത്. തന്റെ അച്ഛൻ മുഹമ്മദ് ഹുസൈന്റെ സഹോദരൻ മുഹമ്മദ് ഖാസം അടുത്ത സുഹൃത്തായ സിദ്ദിഖ് സേഠിനെ മേൽനോട്ട ചുമതല മാത്രം ഏൽപ്പിച്ച ഭൂമി ഖാസമിന്റെ ഭാര്യ ജുംബുബായിൽ നിന്ന് സേഠ് എഴുതി വാങ്ങി സ്വന്തമാക്കുകയായിരുന്നെന്നും ഈ ഇടപാടുകളിലെല്ലാം കൃത്രിമം നടന്നിട്ടുണ്ടെന്നും അബ്ദുൽ സത്താർ ഹാജി മൂസ സേഠിന്റെ കൊച്ചുമകൾ ഷംസാദ് ഹുസൈൻ സേഠ് ജനൻ ടിവിയോട് പറഞ്ഞു. അതായത് മുൻപത്തിന്റെ ജനങ്ങളിൽ എത്താത്ത കുറെ രേഖകൾ എന്റെ കൈവശമുണ്ട്. ഈ തിരുവിതാംകൂർ മഹാരാജാവ് 404 ഏക്കർ ഭൂമി കൊടുത്തത് അബ്ദുൽ സത്താർ ഹാജി മൂസക്കായിരുന്നു. ഇത് തിരിമറി ചെയ്തിട്ട് പ്രമാണങ്ങൾ ഉണ്ടാക്കി സിദ്ദിഖ് സേഠ് കൂട്ടുനിന്ന് പ്രമാണങ്ങൾ ചെയ്യിച്ചിട്ട് സിദ്ദിഖ് സേഠ് ഫാറൂഖ് കോളേജിന് വിൽപ്പന വഖഫ് ചെയ്ത ആധാരം ശരിയല്ല, അത് റദ്ദ് ചെയ്യേണ്ടതാണ്. ഭൂപരിഷ്കരണ നിയമത്തെ മറികടക്കാൻ പട്ടയ നമ്പറുകൾ ഒഴിവാക്കുകയും മുന്നാധാര പട്ടയം ഉൾപ്പെടുത്താതെയുമാണ് ഭൂമി ഇടപാടുകൾ. ഭൂപരിഷ്കരണ നിയമം ചൂണ്ടിക്കാട്ടി സിദ്ദിഖ് സേഠ് നടത്തിയ ചില ബുദ്ധിപരമായ നീക്കങ്ങളിലാണ് അബ്ദുൽ സത്താർ ഹാജി മൂസ സേഠിന്റെ പിൻതലമുറയ്ക്ക് ഭൂമി നഷ്ടമായത്. മുനമ്പത്ത് മത്സ്യത്തൊഴിലാളികൾ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ വഖഫ് അധിനിവേശത്തിന് ശ്രമിക്കുമ്പോഴാണ് ആദ്യകാലത്ത് ഭൂമി ഇടപാടിൽ നടന്ന വൻ ക്രമക്കേടുകളും പുറത്തുവരുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.